കേരളത്തിൽ ചൂട് കൂടിയപ്പം പാമ്പുകളെല്ലാം മടയിൽ നിന്ന് പുറത്തേക്ക് വന്നു. നല്ല വിഷമുള്ള പാമ്പുകളെല്ലാം പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. പല മരണങ്ങളും നമ്മൾ കണ്ടു. പല കുട്ടികളും പാമ്പ് കടിയേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചു. നമ്മുടെ കേരളത്തിലെ ചൂട് വർദ്ധിക്കുകയാണ്. പാലക്കാട് ഏകദേശം 42 ഡിഗ്രി 41.8 ഡിഗ്രി ചൂട് വന്നു കഴിഞ്ഞു. കോട്ടയത്തും കൊല്ലത്തുമൊക്കെ 40-അടുത്ത് 39.8 ചൂട് വന്നു കഴിഞ്ഞു. ചൂട് സഹിക്കാൻ വയ്യാതെ നമ്മളെല്ലാം ദാഹജലങ്ങൾ ധാരാളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മൃഗങ്ങൾ പലതും ചത്തു വീണു. അവർക്ക് ചൂട് സഹിക്കാൻ പറ്റിയില്ല. പല കുളത്തിൽ നിന്നും ചൂട് കൂടിയിട്ട് മീനുകളും ചത്തു മലർന്നു പൊന്തി. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ കോടാലിയിലെ ഒരു വീട്ടിൽ ഉറങ്ങിക്കിടന്ന 2 സഹോദരങ്ങൾ അവരുടെ തലയണയ്ക്കടിയിൽ ചൂട് കൊണ്ട് പാമ്പ് വന്ന് കയറി. അവർ തിരിഞ്ഞും മറിഞ്ഞ് കിടന്നപ്പം പാമ്പ് ഒരാളെ കടിച്ചു. തുടർന്ന് ആ പാമ്പ് മറ്റേ ആളെ കടിച്ചു. സഹോദരങ്ങളാണ് മൂത്തതും ഇളയതും. ആശുപത്രി വെച്ച് അങ്കമാലി ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇളയ കുട്ടി മരിച്ചു. മൂത്ത കുട്ടി വെൻറ്റിലേഷനിലായി. കഴിഞ്ഞ ദിവസം ആ കുട്ടി അമ്മയും അപ്പനുമായിട്ടൊക്കെ സംസാരിച്ചു എന്ന നല്ല വാർത്ത വരുന്നു. ഒരു കുട്ടി അവർക്ക് നഷ്ടപ്പെട്ടു. ആ വീടിൻ്റെ പരിസരത്ത് വലിയ കാടുകളൊന്നും ഇല്ലെങ്കിലും റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ട്. ചൂടാണ്. പല സ്ഥലത്തു നിന്നും തണുപ്പുള്ള സ്ഥലങ്ങൾ നോക്കി പാമ്പുകൾ ഇഴഞ്ഞെത്തും. അതുപോലെ ആ വീടിൻ്റെ അകത്ത് പാമ്പ് കയറി തലയണയ്ക്കടിയിൽ പോയി പാമ്പ് കിടന്നു. ഏതായാലും പാമ്പ് കടിച്ചു എന്ന് മനസ്സിലായി. അടുത്ത ദിവസം ആ വീടിൻ്റെ മുറ്റത്ത് ആ അണലി പാമ്പ് മറ്റൊരു പാമ്പ് കൂടെ വന്നു. അതിനെ തല്ലിക്കൊന്നു. ഇന്നലെ വീണ്ടും വാർത്ത വന്നു, ആ വീടിൻ്റെ തലയണയ്ക്കടിയിൽ മറ്റൊരു പാമ്പ് കൂടെ വന്നു. കാരണം ആ ഏരിയയിലുള്ള പാമ്പുകൾ പതുക്കെ ആ വീടിൻ്റെ ഉള്ളിലേക്ക് സഞ്ചരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിൽ. തണുപ്പ് വേണം അതുങ്ങൾക്ക്. അതുകൊണ്ട് ഒരു പാമ്പ് പറ്റാൻ നമുക്കറിയാം 10, 30, 40 കുഞ്ഞുങ്ങളുണ്ടാവും. ചെറിയ പാമ്പുകൾ അവിടെ എല്ലായിടത്തും ഉണ്ടാവും. ഇന്ത്യ നമുക്കറിയാം നാഗാരാധന, അവർ പാമ്പിനെ പൂജിക്കുന്ന അങ്ങനെയുള്ള ഒരു രാജ്യം തന്നെയാണ്. പാമ്പിൻ്റെ തലയിൽ നാഗമാണിക്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരും ധാരാളം പേരുണ്ട്. തൃശ്ശൂർ ഈ സംഭവത്തിന് കോടാലിയിലെ ഈ പാമ്പുകളുടെ പിന്നാലെ ഇന്നലെ ചിറയൻകീഴ് 8 വയസ്സുള്ള ഒരു കുട്ടിയെ പാമ്പ് കടിച്ചു. ആ പാമ്പിനെ പിന്നീട് മൂർഖനായിരുന്നു, അതിനെ തല്ലിക്കൊന്നു. പക്ഷേ ചിറയൻകീഴ് ആശുപത്രിയിൽ 8 വയസ്സുകാരനെ കൊണ്ടെത്തിയപ്പോൾ എന്താണ് കടിച്ചതെന്ന് അവർക്ക് പറയാൻ പറ്റിയില്ല. ആശുപത്രി വരെ ആ കൊച്ച് സംസാരിച്ചിരുന്നു. പിന്നീട് ശബ്ദം നിലച്ചു. ആശുപത്രി സമയത്ത് ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ, ആൻറ്റിബയോട്ടിക് കൊടുത്തിരുന്നെങ്കിൽ ആ കുട്ടി രക്ഷപ്പെട്ടേനെ. പക്ഷേ കടിച്ചത് എന്താണെന്ന്, തേളാണോ എന്നൊക്കെ സംശയിച്ചിരുന്നു വീട്ടുകാർ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കിളിമാനൂരിനടുത്ത് കാരേറ്റിൽ സുധർമ്മ എന്ന 75 വയസ്സുകാരി ഇന്നലെ പാമ്പ് കടിച്ചു. അവരപ്പോൾ തന്നെ ആ കടിച്ച സ്ഥലത്ത് തന്നെ ബോധം കെട്ട് വീണു. അവരുടെ മകൻ നിലവിളി കേട്ട് ഓടിയെത്തി. അയൽവക്കത്തുള്ളവരുമൊക്കെ എത്തി. സുധർമ്മ എന്ന 75 വയസ്സുകാരിയെ പെട്ടെന്ന് അവർ കാരേറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നപ്പം അവർ മരണമടഞ്ഞു. ധാരാളം പാമ്പിൻ്റെ കടിയേക്കുന്ന ആൾക്കാർ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കാണപ്പെടുന്നു. ചൂട് കൂടുമ്പം പാമ്പുകൾ തീർച്ചയായിട്ടും തണുപ്പുള്ള സ്ഥലങ്ങൾ അതുപോലെ മരത്തിൻ്റെ അടിയിലേക്കൊക്കെ അവർ വന്ന് ചേരും. ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലുമൊക്കെ ധാരാളം പാമ്പുകളുള്ള വിഷമുള്ള പാമ്പുകൾ ധാരാളമുണ്ട്. മൂർഖനുണ്ട്, വൈപ്പർ, മൂർഖൻ, അണലി, അതുപോലെ തന്നെ ശംഖുവരയൻ, ഇങ്ങനെ വളരെ വിഷാംശമുള്ള പാമ്പുകൾ ധാരാളം കേരളത്തിലുണ്ട്. നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ പാമ്പുണ്ട്. നമ്മൾ കാണുന്നില്ലെന്ന് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഏതായാലും എല്ലാ വീടുകളിലും ഒരു കാപ്പിക്കമ്പോ 1, 2 സൂക്ഷിച്ച് വെക്കുന്നത് നല്ലത്. കാരണം അങ്ങനെ ഒരു ശീലം ഉണ്ടാകണം മലയാളിക്ക്. ഇനി അത് ഫ്ലാറ്റിലായാലും എവിടെയായാലും ശരി. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫ്ലാറ്റിൽ
അവിടെ ഫ്ലാറ്റിനകത്ത് ഒരു പാമ്പ് കയറി, ഫ്ലാറ്റിനകത്തും കയറും. അതുപോലെ വീടുകളുടെയൊക്കെ ചുറ്റും പലരും വീട്ടിൻ്റെ ഓടിൻ്റെ അങ്ങോട്ടോ അവരുടെ തട്ടിൻ്റെ അങ്ങോട്ട് വീടിൻ്റെ തൂണുകൾക്ക് അങ്ങോട്ട് ചില വള്ളിപ്പടപ്പുകളൊക്കെ കയറ്റി വിടുന്ന കാണാം. സൗന്ദര്യബോധമുള്ളവരൊക്കെയാണ് ചെയ്യുന്നതെങ്കിലും ഈ കോടാലിയിലെ അവിടെ ആ വീടിൻ്റെ ദൃശ്യത്തിൽ ഞാൻ കണ്ടു, 1-2 ചെടികൾ വളർന്ന് വള്ളി പോലെ അവരുടെ വീട്ടിലേക്ക് അത് കെട്ടി നിർത്തിയിരിക്കുന്നത് കണ്ടു. പാമ്പിന് പെട്ടെന്ന് വരാനായിട്ടുള്ള സൗകര്യമായി അത്. അതുകൊണ്ട് അങ്ങനെയുള്ള വള്ളിപ്പടപ്പുകളൊന്നും വീടിനോട് ചേർന്ന് കിടക്കാൻ പാടില്ല. അല്ലെങ്കിൽ വീടിൻ്റെ പുറത്തേക്കൊന്നും ഈ നമ്മൾ സൗന്ദര്യബോധം കൂടിയിട്ട് അങ്ങോട്ടൊന്നും വള്ളിച്ചെടികളൊന്നും വളർത്തിയിടരുത്. പാമ്പ് മാത്രമല്ല, മറ്റ് പല കീടങ്ങളും വീടിനുള്ളിലേക്ക് കയറും. അതുപോലെ ചെവി എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. ഈ അടുത്ത കാലത്ത് പല കുട്ടികളും ചെവിക്കകത്ത് ചില വണ്ടുകൾ അതും ഇതൊക്കെ, കീടങ്ങൾ എല്ലാവരും ഇളകിയിട്ടുണ്ട്. രാത്രി കാലത്ത് ചെവി മാത്രം കുറച്ച് നേരം ഉറങ്ങുന്ന സമയത്ത് പഞ്ഞി വെച്ച് അടയ്ക്കുന്നത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ നമ്മൾ എല്ലാ വീടുകളിലും കിടക്കുന്നിടത്ത് അവരുടെ തലയണയ്ക്കടിയിൽ ഒരു ടോർച്ച് വെക്കുന്നത് നല്ലതാണ്. എപ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും ടോർച്ച് വേണം, അതൊരു ശീലമാക്കണം. നമ്മൾ എന്തെങ്കിലും കടിച്ചാൽ പെട്ടെന്ന് അടിച്ചു നോക്കിയാൽ എന്താണെന്ന് നമുക്ക് അറിയാം. തേളാണോ, ചെറിയ ജീവികളാണോ, പാമ്പാണോ, അണലിയാണോ, അത് വീട്ടിനകത്തായാലും ശരി. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ടോർച്ച് തപ്പി നടക്കാം. നമുക്ക് എടുക്കാൻ പരുവത്തിന് പാങ്ങിന് ഒരു ടോർച്ച് എല്ലാ വീട്ടിലും 1-2 ടോർച്ച് വെക്കുന്ന ഉത്തമം. ടോർച്ചിനൊന്നും വലിയ വിലയില്ല. ഇലക്ട്രിക് ചാർജ് ചെയ്യുന്ന ടോർച്ചുകൾ ധാരാളം കിട്ടും. 10, 60, 80 രൂപ കൊടുത്താൽ അതൊരു ശീലമാക്കണം മലയാളികൾ. കാരണം പാമ്പുകൾ ഇനിയും ശല്യങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീടിനകം എപ്പോഴും തുണി ഇരിക്കുന്ന സ്ഥലങ്ങൾ കൂടെ പതുക്കെ തുണി കെട്ടുകണക്കിന് ചില വീട്ടിൽ കെട്ടിവെക്കുന്ന കാണാം. അതിനകത്തൊക്കെ പാമ്പ് കയറിയിരിക്കും. അലമാരയ്ക്കകത്ത് അതുപോലെ പാമ്പ് കയറും. ഫയലിരിക്കുന്ന അലമാരയ്ക്കാണെങ്കിലും അതിൻ്റെ പിന്നിലൊക്കെ പാമ്പ് കയറും. പല കോടതികളിൽ നമ്മൾ കാണുന്നുണ്ട് കേസ് കെട്ടുകൾ അവിടെ പൊടിയടിച്ചിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കൊക്കെ പാമ്പ് കയറും. അതുപോലെ വലിയ വക്കീലന്മാരുടെ അവിടെ ധാരാളം ഫയലുകളുണ്ടാവും, അവിടെയും പാമ്പ് കയറാൻ സാധ്യതയുണ്ട്. അവിടെ കയറിയിരിക്കും. കടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അറിയുള്ളൂ പാമ്പുണ്ടെന്ന്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് ഇതുപോലെയുള്ള മാളങ്ങളിൽ നിന്നെല്ലാം പുറത്ത് ചാടി വീടുകളിലും ഫയലിരിക്കുന്നിടത്തും തുണിയിരിക്കുന്നിടത്തും ഒക്കെ പാമ്പ് വന്ന് കയറുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ നേരത്തെ തിരുവനന്തപുരം സിറ്റിയിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായി, പാമ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം അത് അന്ന് UP-യിൽ നിന്നൊക്കെ ധാരാളം മാരുതി കാറുകൾ വന്നുകൊണ്ടിരുന്നത് വലിയ കണ്ടെയ്നർ ട്രക്കിനകത്ത് കയറ്റിയാണ്. ഒരു കണ്ടെയ്നർ ട്രക്കിന് 10, 18, 20 കാറുകൾ മാരുതി 800 ഒക്കെ കയറി വരും. അങ്ങനെ തിരുവനന്തപുരത്ത് കിള്ളിപ്പാലത്ത് അതിൻ്റെ ഏജൻസിയുടെ അവിടെ കാറുകൾ ധാരാളം വന്നു. കണ്ടെയ്നർ അയാളും ആ ഡ്രൈവറും അതിലെ കിളിയും അതിൽ കയറി മടങ്ങിപ്പോവുകയാണ്. അവർ മടങ്ങിപ്പോകുന്ന രാത്രിയിലാണ്. ഏകദേശം 12-1 മണിയൊക്കെ ആയപ്പോൾ അവർ നെയ്യാറ്റിൻകര അവിടെ കണ്ടെയ്നർ ലോറി ആയതുകൊണ്ട് നെയ്യാറ്റിൻകര കഴിഞ്ഞ് പാറശാലയ്ക്ക് ഇടയ്ക്ക് വിജനമായ സ്ഥലത്ത് വന്നപ്പം ഡ്രൈവർക്ക് ബാത്റൂമിൽ പോകണം. അയാൾ പെട്ടെന്ന് വണ്ടിയിലേക്കകത്ത് അവർക്ക് എപ്പോഴും അവരുടെ കയ്യിൽ വെള്ളം കാണുമല്ലോ. വെള്ളം ബക്കറ്റിലെടുത്ത് പെട്ടെന്ന് അയാൾ റോഡിൻ്റെ സൈഡിൽ നിറച്ച് പുല്ലുള്ള സ്ഥലമാണ്. അയാൾ പെട്ടെന്ന് അവിടെ പോയി കുത്തിയിരുന്ന് പെട്ടെന്ന് അയാൾ ബാത്റൂമിൽ പോയ സമയത്ത് അയാളുടെ ഇങ്കിയിൽ പാമ്പ് കൊത്തി എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാമല്ലോ, ഞാനത് എൻ്റെ കുട്ടികൾ പറയുന്ന ഒരു വാക്കായതുകൊണ്ടാണ്. ഇങ്കിയിൽ പാമ്പ് കൊത്തി. കാരണം ബാത്റൂമിൽ പോയപ്പം ഇങ്കി കടന്ന് ആടി, അതിൽ പാമ്പ് കൊത്തി എന്ന് മനസ്സിൽ നല്ല വിഷമുള്ള പാമ്പായിരുന്നു. അയാൾ ഡ്രൈവർ ഉടൻ തന്നെ കിളിയെ വിളിച്ചു പറയും, എടാ എന്നെ പാമ്പ് കൊത്തി. അയാൾ കയറി പിടിച്ചു. അപ്പോൾ തന്നെ മരിച്ചു. വിഷമുള്ള നല്ല പാമ്പാണ്, ഇരയാണെന്ന് വിചാരിച്ച് കൊത്തി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം എനിക്ക് എപ്പോഴും ഈ പാമ്പിൻ്റെ നമ്മൾ വളരെ സൂക്ഷിക്കണം. മലയാളികൾ പ്രത്യേകിച്ച് കുട്ടികളും വലിയവരും ഒക്കെ കാട്ടിൽ കൂടെ സഞ്ചരിക്കുമ്പോഴും വനത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോഴും എല്ലാവർക്കും അങ്ങനെ ഒരു ക്രേസ് ഉണ്ടല്ലോ. വനത്തിലും കാട്ടിലും ഒക്കെ പോവുക, പാറപ്പുറത്തൊക്കെ പോവുക. പാറയുടെ വിള്ളലിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല വിഷമുള്ള പാമ്പുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഈ കാര്യം വളരെ ശ്രദ്ധയോടെ മലയാളികൾ മുന്നോട്ട് പോകണം. ചൂടുള്ള സമയമാണ്, ചൂട് കുറയുന്ന ലക്ഷണങ്ങളൊന്നുമില്ല. പാമ്പുകൾ, പലതരം പാമ്പുകളും മറ്റു കീടങ്ങളും ചെറിയ കൃമികളും ഒക്കെ മാളത്തിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സർവ്വരോഗങ്ങളും ഉണ്ടാകും നമുക്ക്. അത് കടിച്ചാൽ വിഷം ശരീരത്തിൻ്റെ ഉള്ളിൽ ചെല്ലും. എന്താണ് കടിച്ചതെന്ന് നമുക്ക് അറിയാൻ ഒക്കില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പാമ്പിൻ്റെ കാര്യങ്ങൾ എല്ലാ മലയാളികളുടെ ശ്രദ്ധയിലുണ്ടാകണം.
വീടിനകത്തും എവിടെ ആയാലും ശരി പരിസരങ്ങളെല്ലാം രാത്രിയും പകലും ഒരുപോലെ വീക്ഷിക്കണം. കാരണം കിടക്കുന്നതിന് മുമ്പും അതിന് ശേഷവും പകലുമൊക്കെ വീടിനകത്ത് ഇതുവരെ നമ്മൾ അവിടെ അടുക്കും പറക്കാത്ത മൂലകളിലൊക്കെ പതുക്കെ ഓരോ സാധനങ്ങളൊക്കെ മാറ്റി അവിടെ നമ്മൾ വൃത്തിയാക്കി ചിലപ്പം ഡെറ്റോളും ഒക്കെ അടിക്കുന്നത് നല്ലതാണ് എന്ന് എല്ലാവരും ഒരു ഓർമ്മയിരിക്കട്ടെ എന്നുകൊണ്ടാണ് ഞാനിപ്പം ഈ പാമ്പ് കടിക്കുന്ന കാര്യങ്ങൾ പൊതുവെ പറഞ്ഞു വെച്ചത്. അത് തന്നെയല്ല, പാമ്പ് കടിച്ച് കഴിഞ്ഞ അതിൻ്റെ ചില കണക്കുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഏകദേശം 58,000 പേരെ ഒരു വർഷം പാമ്പ് കടിക്കുന്നുണ്ട്. കഴിഞ്ഞ 20 വർഷത്തിനിടെ 12 ലക്ഷം പേര് ഇന്ത്യയിൽ പാമ്പ് കടിച്ച് മരിച്ചു എന്നാണ്. അതുപോലെ മറ്റൊരു രസകരമായ സംഭവമായ പാമ്പ് നമുക്കറിയാവില്ല, മദ്യപിക്കുന്ന നല്ല മദ്യപാനി പാമ്പായി മാറൂ എന്ന് പറഞ്ഞു. അങ്ങനെ പാമ്പായി മാറിക്കഴിഞ്ഞപ്പോൾ അയാൾക്ക് ആ തുഷാർ ശ്രീവാസ്തവ എന്ന ആൾക്ക് ആ പാമ്പിനൊരു രാഖി കെട്ടണമെന്ന് തോന്നി. പാമ്പ് പത്തി ഉണർത്തിരിക്കുന്ന ആളുടെ ഒരു രാഖി കെട്ടി അയാളെ കൊത്തി അയാൾ മരിച്ച ഒരു സംഭവം പത്രത്തിൽ 2021 ഓഗസ്റ്റ് മാസം 21 റിപ്പോർട്ട് ചെയ്ത് എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, പാമ്പ് കടിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിലും ആൻറ്റിവെനം പല ഹോസ്പിറ്റലിലും കാണാനില്ല, അവിടെ എങ്ങും ശേഖരിക്കാറില്ല. പക്ഷേ എല്ലാ ഹോസ്പിറ്റലുകാരും ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നിടത്ത് എല്ലായിടത്തും ആൻറ്റിവെനം സൂക്ഷിക്കാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഗവൺമെൻറ്റിൽ നിന്ന്